പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായേക്കും. രാഷ്ട്രീയ നേട്ടത്തിനായാണ് പ്രതിപക്ഷം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് എന്ന വിമർശനം ശക്തമാണ്. നിർണായക ബില്ലുകൾ ചർച്ച ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ആസൂത്രിത നീക്കവും ഇതിൻ്റെ പിന്നിലുണ്ട്. ജനക്ഷേമ ചർച്ചകൾക്ക് പകരം പാർലമെന്റിനെ വീണ്ടും ബഹളമയം ആക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും വിമർശനമുയരുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നമുക്കറിയാം പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഭേദഗതി ബില്ലാണ് ഇന്നലെ ലോക്സഭയിൽ പാസ്സായത്. ഇന്നത് രാജ്യസഭയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ഈ തുടർച്ചയായി പാർലമെൻറ്റ് തടസ്സപ്പെടുത്തി ജനപ്രിയകരമായ പദ്ധതികൾക്ക് തടസ്സം വരുത്തി എല്ലാം ജനങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ ജനവിരുദ്ധ സർക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ തുടർച്ചയായി അവർ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതും. ഇന്നും അവരുടെ തനത് രീതി തുടരാനാണോ സാധ്യത, നന്ദഗോപൻ? വിനോദ്, കഴിഞ്ഞ 20-ാം തീയതിയാണ് പാർലമെൻറ്റിൻ്റെ മൺസൂൺ കാല സമ്മേളനം ആരംഭിച്ചത്. 20-ാം തീയതി മുതൽ സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വളരെ കൃത്യമായിട്ട് പരീക്ഷാ ഭേദഗതി ബിൽ സർക്കാർ അവതരിപ്പിച്ചു. എന്നാൽ അതിന്മേൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറായില്ല. ഇന്നലെ 6 മണിക്കൂർ ഇതിന്മേൽ ചർച്ച നടത്തി. എന്നാൽ പ്രതിപക്ഷം കാര്യമായ രീതിയിൽ അതിൽ സഹകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ശബ്ദ വോട്ടോടുകൂടി ലോക്സഭയിൽ ഇന്നലെ പരീക്ഷാ ഭേദഗതി ബില്ല് പാസ്സായി. രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയെ തടയിടുവാൻ വേണ്ടി ഉതകുന്ന ബില്ല്, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഉതകുന്ന ബില്ലാണ് ഇന്നലെ ലോക്സഭയിൽ പാസ്സായത്. രാജ്യസഭയിലാകട്ടെ ഏറെ നിർണായകമായിട്ടുള്ള വന്ദേ മാതരം ബില്ല്, അതായത് ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ 1971 ബില്ലാണ്. അതാണിപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുന്നത്. ദേശീയ ഗാനത്തോടും അതേപോലെ തന്നെ ദേശീയ ചിഹ്നങ്ങളോടും ഒപ്പം തന്നെ പ്രാധാന്യം ഇപ്പോൾ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് നൽകിയിരിക്കുന്നു. അർഹമായ പരിഗണന വന്ദേ മാതരത്തിന് നൽകിയതിലൂടെ വന്ദേ മാതരം ആലപിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ അധിക്ഷേപിക്കുകയോ ചെയ്താൽ തടവും പിഴയും വിഭാവനം ചെയ്യുന്നതാണ് പുതിയ ബില്ല് എന്നുള്ളതാണ് ശ്രദ്ധേയം. അത് ഇന്നലെ രാജ്യസഭയിൽ പാസ്സായി. ഒരുപക്ഷേ ദ ഇൻസൾട്ട് ടു പ്രിവെൻഷൻ ഓഫ് നാഷണൽ ഹോണർ ബില്ല് ഇന്നിപ്പോൾ ലോക്സഭയുടെ പരിഗണനയ്ക്ക് വന്നേക്കാം. ഒപ്പം തന്നെ ഈ പരീക്ഷാ ഭേദഗതി ബില്ല് രാജ്യസഭയിലും എത്തിയേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സൂചനകൾ. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം തന്നെ ചില എംപിമാർ 0 അവറിൽ ഇതുമായി ഈ പോലീസ് നടപടി, പാർട്ടിക്കെതിരായിട്ടുള്ള പോലീസ് നടപടി ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും സർക്കാർ ഇതിന്മേൽ കൈക്കൊള്ളുന്ന നിലപാടുകളേറെ നിർണായകമാകും. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ നിലപാട് വളരെ സുതാര്യം, അല്ലെങ്കിൽ വളരെ കൃത്യമായ നിലപാട് പ്രതിപക്ഷം ഉയർത്തുന്നു. അതായത് സഭാ നടപടികൾ തടസ്സപ്പെടുത്തും, ജനോപകാരപ്രദമായിട്ടുള്ള ചർച്ചകൾ പാർലമെൻറ്റിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ജനവിരുദ്ധമായ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. വ്യക്തമാണ്. പാർലമെൻറ്റിൽ ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. നിർണായകമായ പല ബില്ലുകളും ഇന്ന് പാർലമെൻറ്റിൽ എത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.